ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും കാറ്റും മഴയും തണുപ്പും ഒക്കെ അല്ലയോ. അപ്പം നമുക്ക് ഈ സമയത്ത് സൂപ്പ് കുടിക്കുന്നത് നല്ലതാട്ടോ. അതിപ്പോൾ ചിക്കൻ വേണമെന്നില്ല, മട്ടൻ ആയാലും അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പായാലും സൂപ്പായിട്ട് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ പകരാൻ നല്ലതാണ്. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ചിക്കൻ സൂപ്പാണ്. അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ സോസ് ചേർത്തിട്ടോ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്തിട്ടോ ഒന്നുമല്ല. പണ്ട് കാലം മുതൽ ആൾക്കാർ തയ്യാറാക്കുന്ന ആ രീതിയിലാണ്. അതിന് ആ ടേസ്റ്റും എനിക്കതാണ് താല്പര്യം കേട്ടോ. ഇപ്പോൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എല്ലോട് കൂടി ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ്. ഇന്ന് അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 2-3 കഷ്ണം പട്ടയും പിന്നെ ഒരു 3-4 ഗ്രാമ്പും 2-3 ഏലക്കയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണ് നമുക്ക് ആ ചിക്കനിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് എരിവ് ഉള്ളിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ്, ക്യാരറ്റ് ആയാലും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റും തക്കാളിയും അതേപോലെ സവാളയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കവും അതല്ലെങ്കിൽ ക്യാബേജോ പിന്നെ കോളിഫ്ലവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്കൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൂപ്പാകുമ്പം നല്ല വെള്ളം വേണമല്ലോ. വെള്ളം നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിള വരുമ്പം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കേണ്ട കേട്ടോ. എന്നാലേ ആ എല്ലിനകത്തുള്ള മജ്ജയിൽ നിന്നുള്ള സത്ത എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. എപ്പോഴും നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോഴേ നമുക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റും അതേപോലെ ഗുണവും കിട്ടത്തുള്ളൂ കേട്ടോ. അതേപോലെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പം നമ്മുടെ ആ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റായി ഇപ്പം അതല്ല സൂപ്പിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പ് ഒരു പിടി മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അധികം ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് സെർവ് ചെയ്യാം. ഇഷ്ടമില്ലാത്തൊരു പോലും കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല, സൂപ്പിൻ്റെ ടേസ്റ്റ്. ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ സോസിൻ്റെ ടേസ്റ്റോ കോൺഫ്ലവറിൻ്റെ ടേസ്റ്റോ ഒന്നും വരത്തില്ല. തനി നാടൻ സൂപ്പാണിത്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും. അപ്പോൾ എല്ലാവർക്കും താങ്ക്